വെൽക്കം ബാക്ക് അഗൈൻ. നമ്മളൊരു സൈറ്റിൽ PN60 കൺസീലറിലുള്ളടത്ത് PN60 ടീ പൊട്ടിപ്പോയി. ടീ പൊട്ടിയത് കാരണം വെള്ളം വാൾവ് തുറക്കുന്ന സമയത്ത് ടാങ്ക് കാലിയാകാണ്. ഈ കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. മറ്റൊരാൾ ചെയ്ത കൺസീൽഡായിരുന്നു. കൺസീൽഡ് ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കനലിലെ കോക്കുകൾ ഉപയോഗിക്കും. പുതിയ മോഡേൺ ആയിട്ടുള്ള തന്നെ ബാത്ത് ഫിറ്റിങ്സ് ഒക്കെ ഇത്തരത്തിൽ കനലുള്ളതായിരിക്കും. അതുകൊണ്ട് PN60 നമ്മൾ സാധാ PVC ഒഴിവാക്കിയിട്ട് PPR അതല്ലെങ്കിൽ CPVC ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡെൻസിറ്റി കൂടിയ മെറ്റീരിയൽ ഉപയോഗിക്കുക. അത് കാരണമാണ് ഇത് പൊട്ടുന്നത്. പിന്നെ നമുക്ക് PN60 എൽബോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. എന്നാൽ അവിടെ PN60 ടീ ആയതുകൊണ്ട് അത് നടക്കില്ല. എന്നാൽ നമുക്കിത് ടൈല് കട്ട് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ആ സൈഡ് ഓപ്പൺ ടെറസ് ആയിരുന്നു നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പൈപ്പിൻ്റെ സൈഡ് നമ്മൾ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്ത് പുറത്തുനിന്ന് എന്ത് ചെയ്തു, ആ ഒരു ഏരിയ നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു വലിയ പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പുറത്തുനിന്ന് മാറ്റുന്ന രീതിയിൽ വലിയ 6x4 സ്ക്വയർ ഫീറ്റ് വരുന്ന ടൈലായതുകൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്രത്തോളം വലിയൊരു ടൈല് കട്ട് ചെയ്ത് പിന്നെ അത് അതേ ഫിനിഷിങ്ങിൽ വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയൊരു മാർക്കിങ് നമ്മൾ ആ PN60 എവിടെയാണെന്ന് ഏകദേശം ഫൈൻഡ് ചെയ്ത് ഒരു മാർക്കിങ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു വലിയ പോർഷൻ മാർക്ക് ചെയ്തെടുത്തു. ഒരു വലിയ പോർഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലാട്രിക്സ് ബ്ലോക്കിൻ്റെ അത്രത്തോളം അകത്തോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കൈ ഇട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്കത് ലീക്ക് ഇല്ലാണ്ട് ഒട്ടിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പാച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ കട്ടിങ് തുടർത്തി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൺസീൽഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡെൻസിറ്റി കൂടിയ PPR അതല്ലെങ്കിൽ മിനിമം CPVC UPVC ഒക്കെ വെച്ച് ചെയ്യുക. PVCയിൽ ഇത്തരത്തിൽ നമ്മൾ മോഡേൺ ഫിറ്റിങ്സ് കുറച്ച് ഹെവി ആയിട്ടുള്ള മോഡേൺ ഫിറ്റിങ്സ് വെക്കുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ കാലൊക്കെ തട്ടുമ്പോൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ സീരിയസ് ആയിട്ട് വർക്ക് നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികളി കളിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ എല്ലാവരും സൈറ്റിലും ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാത്ത ഒരു ബോറിംഗ് ഇല്ലാതെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നമ്മളെ ഹാമർ വെച്ച് പതിയെ ചീസൽ വെച്ചിട്ട് തന്നെ എടുത്തു. കാരണം മെഷീൻ വെച്ചെടുക്കുമ്പോൾ മേ ബി ആ പൈപ്പിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. പൈപ്പ് ഫൈൻഡ് ചെയ്യുന്നത് വരെ അങ്ങനെ തന്നെ എടുത്തു. അങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം തട്ടുന്ന സമയത്ത് നമുക്ക് ആ പൈപ്പ് അവിടെ അകത്ത് കാണാൻ പറ്റി. ഇനി നമ്മൾ മെഷീൻ ഉപയോഗിച്ച് തട്ടുകയാണെങ്കിലും പ്രശ്നമില്ല. കാരണം നമുക്ക് ആ പൈപ്പിൽ തട്ടാണ്ട് ശ്രദ്ധിക്കാൻ പറ്റും. ആദ്യം തന്നെ മെഷീൻ വെച്ച് പോവുകയാണെങ്കിൽ ആ പൈപ്പിൽ തട്ടാനോ അതല്ലെങ്കിൽ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കരുതിയാലും കൂടുതൽ പണി വരും. അങ്ങനെ പതിയെ കട്ട് ചെയ്ത് ക്ലീനാക്കി അവിടെ ആവശ്യത്തിനുള്ള കുഴിയെടുത്ത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു, കട്ടർ വെച്ചിട്ട് പൈപ്പ് ഓൾറെഡി അവിടെ വന്നിട്ടുള്ള പൈപ്പ് കട്ട് ചെയ്ത് അവിടുന്ന് ഇളക്കി മാറ്റി. ഞങ്ങൾ 2 പ്ലാനാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് നിലവിലുള്ളത് പോലെ തന്നെ ഒരു ടീയും ഒരു ഡബിൾ സോക്കറ്റും ഒരു സിംഗിൾ സോക്കറ്റും കൊടുത്ത് നമ്മൾ മുകളിലോട്ട് ഫുള്ള് കയറ്റി താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യാന്നുള്ളത്. അതല്ലെങ്കിൽ അത് പോസിബിൾ ആയില്ലെങ്കിൽ ഇത്ര അകത്തായതുകൊണ്ട് മേ ബി അത് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ കരുതിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് 2 എൽബോ ഇങ്ങോട്ട് മറിച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് 2 എൽബോയും ഒരു ടീയും ഒരു PN60 സോക്കറ്റും വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഫിറ്റിങ്സ് ഷവറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു 4 ബെൻഡോളം ഫിറ്റിങ്സ് വരും. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും ഞങ്ങൾ മാക്സിമം സിംഗിൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് പോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി. അകത്തായതുകൊണ്ട് തന്നെ പിന്നെ കൺസീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ലീക്ക് വരാത്ത രീതിയിൽ ചെയ്യണം. സിംഗിൾ ഇതിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീണ്ടും എടുത്ത പണി വീണ്ടും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ ടൈം എടുത്ത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഓൾറെഡി ആ പൈപ്പിൽ ഡാമേജ് ആയ PN60 ഫൈൻഡ് ചെയ്ത് അത് കട്ട് ചെയ്തെടുത്തു. എൻ്റെ അഭിപ്രായം പറയാം. ലൂസ് ആക്കല്ലേ? ആക്കണമെങ്കിൽ ആക്കാം. അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൈഡിൽ ഡബിൾ സോക്കറ്റ് അടിച്ചു, ഒരു സൈഡിൽ സിംഗിൾ സോക്കറ്റ് അടിച്ചു. എന്ന് ഫുള്ള് ഡബിൾ സോക്കറ്റിലുള്ള ഭാഗം മുകളിലോട്ട് ഫുള്ള് പശ വെച്ച് കയറ്റി അതേ സമയത്ത് താഴെയും പശ ഇട്ടിട്ട്
അത് ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. ആ കൃത്യമായിട്ട് PN60 ടീ ആ ഹോളിൽ വരുന്ന സമയത്ത് അവിടെ ഒരു നമ്മളൊരു ബെയർ നിപ്പിൾ വെച്ചിട്ട് അതിൻ്റെ ഫേസ് കറക്റ്റാക്കി നിർത്തുക എന്നുള്ള രീതിയിലാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. നടക്കുമെന്ന് അറിയില്ല, കാരണം ഇത്രയും ഡെപ്ത് ഉണ്ടായതുകൊണ്ട്. പക്ഷേ നമ്മൾ പശ ഇട്ട് ഹീറ്റൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ഫുള്ള് നല്ല ഒരുപാട് പശ കൊടുത്തിട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചില സാഹചര്യങ്ങളിൽ അങ്ങനെയാണല്ലോ, വളരെ ക്ലിയർ ആയി ലീക്കൊന്നും ഇല്ലാണ്ട് ഫിക്സായി. നമ്മൾ പണി ചില സമയത്ത് നമുക്ക് വളരെ ഈസി ആയിരിക്കും, ചില സമയത്ത് വളരെ ടഫായിട്ടുണ്ടാവും. എന്തായാലും ഈസിയായി ചെയ്തു. പക്ഷേ അകത്ത് ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്ന കട്ടിങ്ങിൽ ചെറിയൊരു വ്യത്യാസം, നമ്മൾ ഫുള്ള് കയറ്റിയ സമയത്ത് ചെറിയൊരു ഒരു സെൻറ്റിമീറ്ററോളം താഴത്തോട്ട് കട്ട് ചെയ്യാണ്ടായിരുന്നു ടൈലിൻ്റെ നമ്മളെ പോർഷന്, നമ്മളെ ബാത്ത് ഫിറ്റിങ്സ് വെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തു. അതിന് ചെറിയൊരു കട്ടിങ് നമ്മൾ കൊടുത്ത് ആ സൈഡിലോട്ട് മുകളിലോട്ടും പുറത്തുനിന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഇഷ്ടിക വെച്ച് സിമെൻറ്റ് ചെയ്ത് ഫിക്സാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു ദിവസം നമുക്ക് ടാപ്പ് ഫിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവിടെ ഇളക്കം വരണ്ടാന്ന് വെച്ച് ഫുള്ള് ഫിക്സ് ചെയ്ത് സിമെൻറ്റ് കൊടുത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് PVC മാക്സിമം കൺസീലിൽ നിന്ന് ഒഴിവാക്കുക. ഡെൻസിറ്റി കൂടിയ നമ്മൾ PPR അതല്ലെങ്കിൽ ഈ മിനിമം UPVC CPVC എങ്കിലും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുക. അങ്ങനെ നമ്മളവിടെ ഫിനിഷ് പോയിൻ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സിമെൻറ്റ് ചെയ്ത് അവിടെ പോയിൻ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്. എന്തായാലും മറ്റൊരു വർക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വർക്കിംഗ് വീഡിയോസും ഇലക്ട്രിക്കൽ ആൻഡ് ടെക്നിക്കൽ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.